നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിടുന്ന ആലപ്പുഴ മുൻ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ ഹൈക്കോടതിയിൽ. മധുബാബു മോശമായി പെരുമാറുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്ന് കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ ജസ്റ്റിസ് ജി ഗിരീഷ് സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരോട് വിശദീകരണം തേടി. 1 മാസത്തിനകം മറുപടി സമർപ്പിക്കണം. മധുബാബുവിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നവംബർ 13 കേസ് വീണ്ടും പരിഗണിക്കും. 2021 തന്റെ പക്കൽ നിന്ന് ആലപ്പുഴ സ്വദേശി 15 ലക്ഷം രൂപ കടമായി വാങ്ങുകയും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് തിരികെ തന്നില്ലെന്നുമാണ് ഷീല കുര്യന്റെ പരാതിയാണ് കേസിനാസ്പദം. തുടർച്ചയായി ആലപ്പുഴ സ്വദേശിയെ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ പണം നൽകിയില്ല. തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആലപ്പുഴ സ്വദേശിയുടെ ഭാര്യ തന്നെ ഫോണിൽ വിളിച്ച് മോശമായി പെരുമാറിയെന്ന് ഷീല കുര്യൻ പറയുന്നു. പിറ്റേന്ന് തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. തുടർന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം ഡിവൈഎസ്പി മധു വിളിച്ചെന്ന് ഷീല കുര്യൻ പറയുന്നു. സ്റ്റേഷനിൽ ആലപ്പുഴ സ്വദേശിയും അയാളുടെ സഹായിയും ഹാജരായിരുന്നു. തന്റെ പരാതി കേൾക്കുന്നതിന് പകരം മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുകയും അശ്ലീലമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തെന്നാണ് ഷീലയുടെ പരാതി. താൻ പരാതി നൽകിയ ആളുടെ മുന്നിൽ വെച്ചായിരുന്നു ഇതെന്നും അവർ പറയുന്നു. തുടർന്ന് മധുബാബുവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ മാസം ഒടുവിൽ മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ താൻ കോടതിയെ സമീപിക്കുകയാണെന്ന് ഷീല കുര്യൻ പറയുന്നു. SFI നേതാവ് ജയകൃഷ്ണനെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചുവെന്ന ആരോപണം നേരിടുന്ന മധുബാബുവിനെ അടുത്തിടെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. 2012 മധു കോന്നി CA ആയിരിക്കെ അടിച്ച് ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്നും കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തുവെന്നും ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് മധുവിനെതിരെ സമാന രീതിയിൽ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത്രയേറെ ആരോപണങ്ങൾ നേരിടുന്ന മധുബാബു ജോലിയിൽ തുടരുന്നത് നല്ലതാണോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.